രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസിനെ പരിഹസിച്ച കോൺഗ്രസ് നേതാവ് വി.ടി. ബൽറാം. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന ജോൺ ബ്രിട്ടാസ് എംപിയുടെ നിലപാടിനെയാണ് രൂക്ഷമായ ഭാഷയിൽ വി.ടി. ബൽറാം വിമർശിക്കുന്നത്. പിണറായി വിജയനും നരേന്ദ്രമോദിക്കുമിടയിലെ പാലമാണ് ജോൺ ബ്രിട്ടാസ് എന്ന ചീത്തപ്പേര് പുറമേക്കെങ്കിലും മായ്ക്കാനാണ് ഓരോന്ന് വിളിച്ചുകൂകുന്നത്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനാവുകയാണ് ഇയാളെന്നും ദല്ലാൽ ബ്രിട്ടാസ് എന്ന പരാമർശത്തോടെ കോൺഗ്രസ് നേതാവ് പറയുന്നു. പാർലമെന്റ് സമ്മേളനം പുരോഗമിക്കുന്നതിനിടെ ജർമ്മനി സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രധാനമന്ത്രിയുടെ ചായ സത്കാരത്തിൽ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധി, എൻ.കെ. പ്രേമചന്ദ്രൻ എന്നിവരെയും രൂക്ഷമായ ഭാഷയിൽ ബ്രിട്ടാസ് വിമർശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബൽറാമിന്റെ വിമർശനം. രാജ്യത്തിന് ഒരു പൂർണ്ണസമയ പ്രതിപക്ഷ നേതാവ് വേണമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ജർമ്മൻ സന്ദർശനം പരാമർശിച്ച് ബ്രിട്ടാസ് നടത്തിയ പ്രതികരണം. ജനവിരുദ്ധ ബില്ലുകൾ പാർലമെന്റിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയാണെന്നും ജോൺ ബ്രിട്ടാസ് ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും RSP നേതാവും എംപിയുമായ എൻ.കെ. പ്രേമചന്ദ്രനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത സംഭവത്തിലെ വിമർശനം. കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇനി ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കുമെന്നാണ് ജോൺ ബ്രിട്ടാസ് എം പി പറയുന്നത്. അതിനുള്ള ഒന്നാം ഘട്ട ആലോചനകൾ നടന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ ആർഷഭാരത സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിഹ്നം ഉപയോഗിക്കാനാണ് ആലോചന. അങ്ങനെ നീക്കം ചെയ്താൽ അതിനുശേഷമുള്ള മോദിയുടെ ചായ സൽക്കാരത്തിലും പ്രിയങ്ക ഗാന്ധിയും മറ്റുള്ളവരും പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ കരുതേണ്ടെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു. പാർലമെന്ററി പാർട്ടിയുമായി ബന്ധമില്ലാത്ത പ്രിയങ്ക ഗാന്ധി എന്തിനാണ് മോദിയുടെ ചായ സൽക്കാരത്തിന് പോയത്? എന്ത് സന്ദേശമാണ് കോൺഗ്രസ് ഇതിലൂടെ നൽകുന്നത്? പ്രധാനമന്ത്രിയുടെ വിദേശ യാത്രകളെക്കുറിച്ച് ചായ സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി പുകഴ്ത്തി പറഞ്ഞു. രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരും ചായ സൽക്കാരത്തിന് പോകില്ലായിരുന്നു. ബില്ല് പാസാക്കി മണിക്കൂറുകൾക്കകം സ്പീക്കറുടെ ചായ സൽക്കാരത്തിന് പ്രിയങ്ക ഗാന്ധി അടക്കം പോയത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ കളങ്കമാണ്. ഇതിനേക്കാൾ പ്രാധാന്യം കുറവുള്ള വിഷയങ്ങളിൽ ചായ സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട് കോൺഗ്രസ്. ചായ സൽക്കാരത്തിന് പോകണമെങ്കിൽ അസാമാന്യ രാഷ്ട്രീയ ഉളുപ്പ് വേണം. മഹാത്മാഗാന്ധിയുടെ ഉദയക്രിയയ്ക്കാണോ അവർ അവിടെ പോയതെന്നും ജോൺ ബ്രിട്ടാസ് എം പി ചോദിച്ചു.